അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അന്ന് നുസൈബാദ ഷമ്മാസിന് മെസ്സേജ് അയക്കുന്നു. ആ സമയത്തൊന്നും ഷമ്മാസ് ഓൺലൈനിൽ ഇല്ലായിരുന്നു. ഷമ്മാസ് രാത്രി കിടക്കുവാൻ വേണ്ടി ഉമ്മയോട് ഒരുപാട് സമയം സംസാരമൊക്കെ കഴിഞ്ഞ് തൻ്റെ ബെഡ്റൂമിലേക്ക് വന്നു. അവൻ വെറുതെ ഒന്ന് ഫോൺ എടുത്ത് നോക്കി. 9 മണിക്ക് ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. ഷമ്മാസ് സോറി. ഷമ്മാസ് ഞെട്ടിപ്പോയി. എന്തിനാ ഹിജാബി സോറി പറഞ്ഞത്? ഹേയ്, വെറുതെ പറഞ്ഞതായിരിക്കും, അതോ മെസ്സേജ് മാറി വന്നതോ? ഇല്ല, ഷമ്മാസ് സോറി എന്നാണ് പറഞ്ഞത്. ഷമ്മാസ് ഫോൺ കയ്യിലെടുത്തു. അവൾ ഓൺലൈനിലില്ല, 10 മണിക്ക് പോയിട്ടുണ്ട്. കുറച്ച് സമയം ഉമ്മയോട് സംസാരിച്ചിരുന്നു. സമയം 11 മണിയായി. ഇങ്ങോട്ടെത്തിയപ്പോൾ ഫോണൊന്നും എടുത്തതുമില്ല. എന്തിനാണാവോ? ഒന്ന് വിളിച്ചു നോക്കിയാലോ? ഹേയ്, അല്ലെങ്കിൽ വേണ്ട. എല്ലാവരും ഉറങ്ങിയിട്ടുണ്ടാവും അവരുടെ വീട്ടിൽ. ഈ ഒരു സമയത്ത് ഞാൻ വിളിക്കുന്നത് ഒട്ടും ശരിയല്ല. കുറച്ച് നേരത്തെ വന്നിരുന്നെങ്കിൽ അവളോട് എന്താണ് കാര്യമെന്ന് ചോദിച്ചാൽ മതിയായിരുന്നു. എന്തിനാണ് അവൾ എന്നോട് സോറി പറഞ്ഞത്? ഷമ്മാസിന് ഉറങ്ങാൻ കഴിയുന്നില്ല. അവൻ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. ഓൺലൈനിൽ നോക്കി ഷിഫയുണ്ടോ? ഹേയ്, അവളുമില്ല. അവളും 9:30 പോയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ചോദിച്ചാൽ മതിയായിരുന്നു. ഈ ഒരു സമയമായി പോയി. അല്ലെങ്കിൽ പകലൊക്കെ ആണെങ്കിൽ ഒന്ന് വിളിച്ചു നോക്കായിരുന്നു. എന്തിനാണ് എൻ്റെ ഹിജാബി എന്നോട് സോറി പറഞ്ഞത്? എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല. ഷമ്മാസ് ഉറക്കം വരാനായിട്ട് ഒരു സുഖമില്ലായിട്ട് അതാ അടുക്കളയിലേക്ക് പോകുന്നു. കുറച്ച് വെള്ളം കുടിക്കട്ടെ എന്ന് കരുതി അവൻ്റെ കയ്യിൽ നിന്ന് ആ ഒരു ഗ്ലാസ് അതാ തട്ടി വീഴുന്നു. ഹോ, ഭാഗ്യത്തിന് പൊട്ടിയിട്ടില്ല, റാക്കിലേക്കാണ് വീണത്. മോനെ, എന്താ ഒരു ശബ്ദം? ഷാമോനെ, അടുക്കളയിൽ എന്തൊരു ശബ്ദം? ഉമ്മ വിളിച്ചു ചോദിക്കുന്നു. ഉമ്മ, ഇത് ഞാൻ തന്നെയാണ്. ഞാനൊന്ന് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട്. അല്ല മോനെ, ഈ ഇപ്പം എന്താ പതിവില്ലാതെ രാത്രി വെള്ളം കൂടിയൊക്കെ തുടങ്ങിയോ? അല്ലുമ്മ, ഞാനേ അത് ദാഹിച്ചപ്പോഴേ. വേ ഉറങ്ങിക്കോ. ചെല്ലി പറഞ്ഞങ്ങാണ്ടേ കിടന്നുറങ്ങണം, നല്ല ഉറക്കം വരുള്ളൂ. ദിക്കറൊക്കെ ചൊല്ലി സലാത്തൊക്കെ ചൊല്ലി അങ്ങോട്ട് ഉറങ്ങിക്കൂട്. എന്നാൽ തന്നെ അങ്ങോട്ട് ഉറക്കം വരുള്ളൂ. മറ്റേ ഇനിയിപ്പോൾ എനിക്ക് കുറേ ചിന്തയും കാര്യങ്ങളും ഉണ്ടാവും, ടെൻഷനുമായിട്ട്. ഷോപ്പിൻ്റെ കാര്യം അങ്ങനെ, നിക്കാഹിൻ്റെ കാര്യം അങ്ങനെയൊക്കെ ആയിട്ട് അതെല്ലാം കൂടി ഇങ്ങനെ ആലോചിച്ച് നിൽക്കണ്ട. അതൊക്കെ അതിൻ്റെ വൈക്ക് അതിൻ്റെ ടൈം ആകുമ്പോൾ റാഹത്തോട് കൂടി തന്നെ നടന്നോളൂ. നല്ലപോലെ പോയി ഒന്ന് കിടന്നുറങ്ങിക്കളാം. നല്ലോണം ചെല്ലിയോ ദായത്തിൽ കുറിച്ചൊക്കെ ഓതിയിട്ട് അതുകൊണ്ട് ഉറങ്ങിക്കോ. ഉമ്മ. ഷമ്മാസ് അതാ ഉമ്മയുടെ റൂമിൻ്റെ അരികിലേക്ക് വരുന്നു. മോനെ, എന്താടാ? ഉമ്മ, ഉറക്കം വരുന്നില്ല, എന്താ അറിയില്ല. അതെന്താ ഇപ്പോൾ ഒരു ഉറക്കല്ലായി? എന്നാൽ ഇവിടെ കിടന്നോ? അതൊന്നും വേണ്ടമ്മ, അതെ ഒരുപാട് സമയം ഇങ്ങനെ സംസാരിച്ചിരുന്നിട്ട് കുറച്ച് നേരത്തെ ഉറങ്ങണം. പിന്നെ എനിക്ക് നേരത്തെ ഉണ്ടായിട്ടുള്ളതല്ലേ, തഹജ്ജുദിനൊക്കെ എണീക്കാനുള്ളതല്ലേ. അങ്ങനെ നേരം വൈകിയാലൊക്കെ നേരം വൈകൂലേ. പിന്നെ ഈ ഇങ്ങനെ ഇരുന്നപ്പോൾ ഞാനും ഇരുന്നു അങ്ങനെ. പിന്നെ നമ്മൾ വർത്താനം പറഞ്ഞൊന്നും ഇവിടെ ആർക്കും പറ്റൂല. അങ്ങനെയൊക്കെയല്ലേ. പിന്നെ എല്ലാവരും കിടന്നതിൻ്റെ ശേഷമല്ലേ നമുക്ക് എന്തെങ്കിലും ഒന്ന് മിണ്ടി പറയാൻ പറ്റുള്ളൂ. എൻ്റെ കുട്ടി ഉമ്മാൻ്റെ അടുത്ത് കിടക്കണേ കിടന്നോ? ഇതവിടെ. ഉമ്മ വേണ്ട, ഞാൻ പോയിക്കോളാം. മോനെ, നല്ലോ ഒന്ന് ചെല്ലി പറഞ്ഞൊക്കെ ഉറങ്ങിക്കോ. പിന്നെ മനസ്സിൽ ടെൻഷനും കാര്യങ്ങളൊക്കെ കണ്ട് വിട്ടിട്ട് നല്ല റിലാക്സ് ആയിട്ട് ഉറങ്ങിക്കോ. ഷമ്മാസ് തൻ്റെ റൂമിലേക്ക് പോയി. അവൻ ദിക്റുകൾ ചൊല്ലി, സ്വലാത്തുകൾ ചൊല്ലി. പഠിച്ച റബ്ബേ, എനിക്ക് നീ ഉറക്കം കൊണ്ടാ. ആ ഒരു മയക്കത്തിൽ അതാ ഷമ്മാസ് ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്നു. കണ്ണടച്ചാൽ കാണുന്നത് തൻ്റെ ഹിജാബിയുടെ ആ ഒരു മനോഹരമായ കണ്ണുകളാണ്. കണ്ണ് തുറന്നാലും അതുതന്നെ. പഠിച്ച റബ്ബേ, ഇനി ഞാൻ എത്ര ദിവസം കാത്തിരിക്കണം? ഇനി എനിക്ക് വയ്യ അവളെ കാണാതെ ഇങ്ങനെ ഇരിക്കാൻ. സത്യം പറഞ്ഞാൽ കാണുന്നതെല്ലാം അവളുടെ മുഖമാണെന്ന് ഒരു തോന്നലാണ്. പഠിച്ചോനെ, ഇനി വൈകിപ്പിക്കല്ലേ. എല്ലാം നീ പെട്ടെന്ന് റെഡിയാക്കിക്കൊണ്ട. നിൻ്റെ വിധി വരുമ്പോഴാണല്ലോ അതെനിക്ക് കിട്ടുക. ഷമ്മാസ് ഉറക്കത്തിലേക്ക് പതിയെ വഴുതി വീഴുന്നു. ഒന്നുകൂടി അവൻ ഫോൺ എടുത്ത് നോക്കി. ഇല്ല, അവൾ ഓൺലൈനിൽ അപ്പം വന്നതാണ്. എന്തായാലും എന്തെങ്കിലും ചോദിച്ചോ നോക്കാം. അവനൊരു മെസ്സേജ് എഴുതുന്നു. എന്തു പറ്റി ഹിജാബി? എന്തിനാണ് സോറി എന്നോട്? ഇനി റീപ്ലൈ അവൾ എണീക്കുമ്പോൾ തന്നോളും എന്ന് കരുതി അതാ ഷമ്മാസ് ഉറങ്ങുന്നു. ആ രാത്രി നുസൈബാക്കും ഉറക്കമില്ലായിരുന്നു. എന്താണെന്നറിയില്ല, അവളുടെ മനസ്സ് ആകെ കലങ്ങിതിരിക്കുകയാണ്. ഷമ്മാസിനോട് പറയണം, എല്ലാം തുറന്ന് പറയണം. അവൻ്റെ മുഖത്ത് നോക്കി തന്നെ പറയണം. ഇനിയും ഇത് ഞാൻ മറച്ചു വെക്കുന്നില്ല. പാവാണ്, എന്നെക്കൊണ്ട് ഒരാൾക്കും വിഷമം വരാൻ പാടില്ല. അവൾ ഫോൺ എടുത്ത് നോക്കി. ഷമ്മാസിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്. എന്തിനാണ് ഹിജാബി എന്നോട് സോറി? അത് കേട്ടപ്പോൾ അവൾക്ക് സങ്കടം വന്നു.
പാവം, ഒന്നും അറിയില്ല. ഒരുപാട് പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് എന്നെ. എന്തായാലും വേണ്ടില്ല, നാളെ പോകണം. പിറ്റേന്ന് തഹജ്ജുദ് നിസ്കാരവും സുബ്ഹി നിസ്കാരവും ഖുർആൻ പാരായണവും എല്ലാം കഴിഞ്ഞ് നുസൈബ ഫോണെടുത്തു. അവൾ നേരെ നോക്കിയത് ഷിഫയാണ്. ഷിഫ ഓൺലൈനിലുണ്ടോ എന്ന് നോക്കി. ഷിഫയുണ്ട്. ഹലോ ഷിഫ, എടി ഇന്ന് മിസ്സ് വരാൻ പറഞ്ഞിട്ടുണ്ട് കോളേജിലേക്ക്. റിസൾട്ടിന് 2 ദിവസം മുമ്പായിട്ട് മിസ്സ് ഒന്ന് വരാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഷിഫ നമുക്ക് പോവാം കേട്ടോ. നീ വരില്ലേ? എടി എന്നെ വിളിച്ചിട്ടില്ല. അതെടി 3-4 പേരെയാണ് വിളിച്ചതെന്നാണ് പറഞ്ഞത്. ഷിഫ നീ വരില്ലേ? അതിനെന്താ പെണ്ണേ, നീ വിളിച്ചാൽ ഞാൻ വരില്ലേ? ഞാൻ വരാം, അതിനെന്താ, എനിക്ക് സന്തോഷമേ ഉള്ളൂ. അതൊന്നും കുഴപ്പമില്ല, നിന്നെ ഒരിക്കൽ കൂടി കാണാലോ. പിന്നെ ഷമ്മാസിൻ്റെ മണവാട്ടി ആയിക്കഴിഞ്ഞാൽ എപ്പോഴൊന്നും കാണാൻ കിട്ടൂല എനിക്ക്. അതുകൊണ്ട് ഞാൻ വരാട്ടോ. എന്ത് കാര്യത്തിനാണാവണല്ലേ? അതെന്തോ മിസ്സിനെന്തോ ഒരു കാര്യങ്ങളൊക്കെ നോക്കാനോ ന്യൂ അഡ്മിഷൻ്റെ കാര്യത്തിൽ അങ്ങനെ എന്തൊക്കെ തോന്നുന്നുണ്ട്, എനിക്കറിയില്ല. ആ മാർക്കുള്ളവർ റാങ്കുള്ളവരൊക്കെയല്ലേ വിളിക്കുള്ളൂ. എടി അത് കിട്ടിയിട്ടില്ലല്ലോ, അതാകുമ്പോഴല്ലേ. അത് പഠിച്ചോന്നറിയാം ഏതൊക്കെയെന്ന്. ഞാൻ എന്തൊക്കെ കാട്ടി എനിക്ക് ഓർമ്മയില്ല. പക്ഷേ എനിക്കന്ന് ആ എക്സാം എഴുതുന്ന സമയത്ത് മനസ്സിൽ സന്തോഷമായിരുന്നു. അതെന്തായിരുന്നു? അതെടി അന്ന് ഞാൻ ഷമ്മാസിനെ കണ്ടില്ലേ, എന്നെ കാണാൻ വേണ്ടിയിട്ട് ഷമ്മാസ് നേരെ ഹോസ്പിറ്റലിലേക്കല്ലേ ഡിസ്ചാർജ് ചെയ്ത് വന്നത്. എടി എന്നോട് അത്രയ്ക്ക് സ്നേഹമുണ്ട്, അതുകൊണ്ടാണ് അവനങ്ങനെയൊക്കെ ചെയ്യണത്. ശരിയാണ് ഷിഫ, എന്നോട് സ്നേഹമുണ്ട്. ഒരുപാട് എന്നെ സ്നേഹിച്ചിരുന്നു. ഞാനും അവനെ സ്നേഹിച്ചിരുന്നു. പക്ഷേ എന്ത് പക്ഷേ? എടി ഞാനിതിൽ നിന്ന് ഒഴിയാണ്. എന്താ നുസൈബ ഈ എന്തീ പറയണത്? എന്ത് പൊട്ടത്തരീ പറയണത്? അതെടി എനിക്ക് ഷമ്മാസ് എന്ന് കാണണം. ഒരിക്കലും എൻ്റെ കാരണം കൊണ്ട് അവൻ കഷ്ടപ്പെടുന്നത് ഉപദ്രവിക്കപ്പെടുന്നത് എനിക്ക് കാണാൻ കഴിയൂല. ഒരു വട്ടം തന്നെ എന്നെ കാരണം കൊണ്ട് അങ്ങനെയൊക്കെ ആയി. ഇനിയിപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ബന്ധത്തിൽ നിന്ന് ഒഴിയാണ്. എനിക്കെടി ദാമ്പത്യ ജീവിതം പഠിച്ചാൽ വിചാരിച്ചിട്ടുണ്ടാവില്ല, വിധിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ പിന്നെ ഞാൻ നിന്നാണ്ട് ഒഴിഞ്ഞു പോവാണ്. ഷമ്മാസ് ജീവിച്ചോട്ടെ നല്ലൊരു പെണ്ണിൻ്റെ കൂടെ. ഷിഫ നിന്നോട് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നീ അതിന് സമ്മതിക്കോ? എന്ത് കാര്യം? അതൊക്കെ ഉണ്ട്, ഞാൻ പറയാം. ഞാനോട് നേരിട്ട് അവിടെ വന്ന് പറയാം, അതായിരിക്കും നല്ലത്. ഈ കോളേജിലേക്ക് വാ. നുസൈബ പ്ലീസ്. ഈ എന്തൊക്കെയാണ് എൻ്റെ ഉദ്ദേശം? അതിൻ്റെ ഉദ്ദേശങ്ങളൊക്കെ മാറിയിട്ടുണ്ടല്ലോ. അല്ല എന്ത് കാര്യത്തിനാണിപ്പോൾ ഈ എന്നെ കാണണം എന്നൊക്കെ പറയണത്? അതെ, ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാണ്ടേ. എനിക്ക് ലഭിക്കാത്ത ഭാഗ്യം നിനക്ക് കിട്ടണം, അതാണ് എനിക്ക് പറയാനുള്ളത്. നുസൈബയുടെ ശബ്ദം ഇടറി. ഷിഫ അത് കേട്ട് പൊട്ടിത്തെറിച്ചു. നുസൈബ ചതിക്കരുതിട്ട് പെണ്ണെ, ഒരിക്കലും ചതിക്കാൻ പാടില്ല. ആരെ പേടിച്ചിട്ടാണ് ഇങ്ങനെ ഇതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറുന്നത്? പറയടേ. അത് അയാളെ പേടിച്ചിട്ട് തന്നെ. എനിക്ക് അയാളെ പേടിയാണ്. ഒരിക്കലും ഞങ്ങളെ ജീവിക്കാൻ അയാൾ സമ്മതിക്കൂല, അതെനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ ഷമ്മാസിൻ്റെ ജീവിതം കണ്ണെറിയ എനിക്ക് കാണണം, അതും നിൻ്റെ കൂടെ. അത് കേട്ട് ഷിഫ ഞെട്ടിത്തെറിച്ചു പോയി. നുസൈബ പ്ലീസ് മിണ്ടണ്ട, ഇനി ഒരു അക്ഷരം നീ എന്നോട് മിണ്ടണ്ട. വലിയ ചതിയാണ് നീ ചെയ്തത്. ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? തമാശയിൽ പോലും ഒരാൾ സ്നേഹിക്കുന്ന ആളെ മറ്റൊരാളെ മേത്തിക്കിടാൻ പാടുണ്ടോ? പാവം ഷമ്മാസ് ഒന്നും അറിയില്ല. അവനെ നിന്നെ നിഷ്കളങ്കമായി സ്നേഹിക്കുന്ന ഒരു മനുഷ്യനാണ്. അത് നീ മനസ്സിലാക്കണം. ആരെ പേടിച്ചിട്ടാ? നിങ്ങളെ ഒരുമിച്ച് ജീവിക്കാൻ അയാൾ സമ്മതിക്കൂലെങ്കിൽ നിങ്ങൾക്ക് ഒരുമിച്ച് മരിക്കെങ്കിൽ ചെയ്തുകൂടി, അതൊരു ഭാഗ്യല്ലേ? ഷിഫ ഞാൻ മരിച്ചാൽ എനിക്ക് കുഴപ്പമില്ല. പക്ഷേ ആ ഉമ്മയുടെ പൊന്നു മോനെങ്ങാനും എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പിന്നെ എന്തിനു നന്ന്? നമ്മളെ കാരണം കൊണ്ട് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അത് സംഭവിക്കരുത് എന്ന് കരുതിയിട്ടാണ് ഞാനിതിൽ നിന്ന് പിന്മാറുന്നത്. അല്ലാതെ എനിക്ക് ഷമ്മാസിനെ ഇഷ്ടമല്ലായിട്ടല്ല. ഒരാൾക്ക് ഇഷ്ടപ്പെട്ടത് കൊടുക്കണമെന്നാണല്ലോ. ഈ ഒരു ലോകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എൻ്റെ ഷമ്മാസാണ്. ആ ഷമ്മാസിനെ നീ സ്വീകരിക്കണം. നിനക്ക് വേണ്ടി ഞാൻ തരാണ്. നുസൈബ പ്ലീസ്, ഇതിനെക്കുറിച്ച് ഇനി എന്നോട് മിണ്ടണ്ട. എനിക്ക് താല്പര്യമില്ല നിന്നോട് സംസാരിക്കാൻ. നീ ഇങ്ങനെയൊന്നും ചെയ്യുന്നേ ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല. പിന്നെ നീ പറഞ്ഞല്ലോ നിൻ്റെ കൂടെ കോളേജിലേക്ക് വരണമെന്ന്. ഞാൻ നിന്നോടുള്ള അത്രയ്ക്കൊരു വിശ്വാസം കൊണ്ടാണ് ഞാൻ വരുന്നത്. അതുമാത്രമല്ല എന്നെ മിസ്സ് വിളിച്ചിട്ടുമില്ല. നിങ്ങളെ 3-4 പേരെ വിളിച്ചിട്ടുള്ളൂ. അത് റാങ്ക് പ്രതീക്ഷിക്കുന്നവരെ മിസ്സ് വിളിച്ചു. എന്നിട്ടും ഞാൻ നിൻ്റെ കൂടെ ഒരു പൊട്ടത്തിയെ പോലെ നിൻ്റെ കൂടെ വരുന്നു. അതൊക്കെ നിന്നോടുള്ള സ്നേഹം കൊണ്ടാണ്. പ്രത്യേകിച്ച് ഷമ്മാസിനോടുള്ള ഒരു ബഹുമാനം കൊണ്ടും നിന്നോടുള്ള സ്നേഹം കൊണ്ടും എല്ലാം കൊണ്ടും
നിങ്ങൾ രണ്ടുപേരും ഒരുമിക്കണം, അതാണ് ഞാൻ ആഗ്രഹിച്ചതും. അതുകൊണ്ട് മാത്രമാണ് ഞാൻ നിൻ്റെ കൂടെ വരുന്നത്. ഷിഫ, നീ ഇന്ന് എൻ്റെ കൂടെ വരണം. ഒരിക്കലും കോളേജിലേക്കല്ല, ഷമ്മാസിൻ്റെ ആ ഷോപ്പിലേക്ക് എനിക്കൊന്ന് പോകണം. അവനെ ഒന്ന് എനിക്ക് നേരിട്ട് കാണണം. അതെ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതിന് ഞാൻ വരില്ല മോളെ. നിൻ്റെ ഈ ചരിത്രത്തിൽ നിന്നും എന്തൊരു മോശമായി പ്രവൃത്തി ചെയ്യണത്. ഈ എന്താ ചെക്കനോട് പറയാൻ പോണത്? അതൊക്കെ ഉണ്ടടി, നീയും വാ. നീയും കൂടെ ഉണ്ടെങ്കിലാണ് എനിക്ക് പറയാൻ കഴിയുള്ളൂ. എന്തായാലും വേണ്ടില്ല, ഞാൻ വരില്ല നുസൈബ, ഒരിക്കലും. ഷിഫ, നീ വന്നേ പറ്റൂ. ഹേയ്, ഞാൻ എന്തിനു വരണേ? അവൻ നിന്നോട് ഒരിഷ്ടം ഉള്ളത് എന്നോട് പറഞ്ഞു. ഞാനത് നിന്നോട് പറഞ്ഞു. നിങ്ങളുടെ ഇടയിൽ സ്നേഹബന്ധം അത് വളർന്നു വന്നു. അതെല്ലാം റെഡിയായി സെറ്റായി നിക്കാഹിന് അടുത്ത് തുടങ്ങിയപ്പോൾ നീ നൈസായിട്ട് മെല്ലെ എന്തിനാണ് ഒഴിയുന്നത്? എന്താ നിൻ്റെ മനസ്സിൽ വേറെ വല്ല ചിന്തയും ഉണ്ടോ? ഷിഫ നല്ല രീതിയിലാണ് ചൂടായത്. സത്യം പറയടി, വേറെ ആരെങ്കിലും നിൻ്റെ മനസ്സിൽ കയറി കൂടിയോ? ഷമ്മാസ് അല്ലാത്തെ? ഷിഫ പ്ലീസ്, അതുകൊണ്ടൊന്നുമല്ല. എനിക്ക് ഒരിക്കലും എനിക്ക് വിവാഹം എന്ന സ്വപ്നമേ എനിക്ക് ഇപ്പോൾ ഇല്ല. എൻ്റെ ജീവിതം അങ്ങനെയാണ്. ഞാനത് ഒരു ഭർത്താവിൻ്റെ കൂടെ ജീവിക്കാൻ എനിക്ക് കഴിയില്ല. എനിക്ക് ഭാഗ്യം ഉണ്ടാവില്ല. അങ്ങനത്തോളാണ് ഞാൻ. അങ്ങനെയും ചില പെണ്ണുങ്ങൾ ഉണ്ടാവുമല്ലോ, ആണുങ്ങളെ സുഖം കിട്ടാത്ത, ആണുങ്ങളെ സ്വഭാവവും സന്തോഷവും അനുഭവിക്കാൻ കഴിയാത്ത പെണ്ണുങ്ങൾ എത്രയോ ഉണ്ടാവും. അതിൽപ്പെട്ടതാണ് ഞാൻ. ആര് പറഞ്ഞു? ഒക്കെ നീ അങ്ങ് ഉറപ്പിച്ച് വെച്ചു അല്ലേ? എനിക്ക് എന്നോട് സത്യം പറഞ്ഞ ദേഷ്യമാണ് തോന്നുന്നത്. എനിക്ക് നിന്നെ ഇഷ്ടമല്ല, പോരെ? ഒരിക്കലും നിന്നോട് ഞാൻ കൂട്ടുകൂടില്ല. എന്താ അറിയില്ല, വെറുത്ത് പോയി. അത്രക്കും ചീപ്പ് സ്വഭാവമാണ്. ചില സമയത്ത് നീ അത്രക്കൊരു പാവമായിരിക്കും, ചില സമയത്താണെങ്കിൽ ഇങ്ങനത്തെ ഒരു സ്വഭാവം. എന്താ നിൻ്റെ അവസ്ഥ? നീ ഒന്ന് പിടിച്ചു നിൽക്ക്. നീ എന്തിനാ ഷമ്മാസിനോട് ഇഷ്ടം പറഞ്ഞത്? അവൻ നിന്നോട് പറഞ്ഞപ്പോൾ എസ് എന്തിനാ പറഞ്ഞത്? ആദ്യം പറഞ്ഞോടെ എനിക്ക് പറ്റില്ല എന്നുള്ളത്. ഈ അത് പറഞ്ഞോ? ഇല്ല, ഈ പറയില്ല, എനിക്കറിയാം. ഇവിടെ ഇങ്ങനെ എന്തെങ്കിലും അവസ്ഥ വരുമ്പോഴത്തേനും ഓൾ വേണ്ട, ഒഴിഞ്ഞു പോവുകയാണ്, കല്യാണം വേണ്ട, ഞാൻ അങ്ങനത്തോളം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ഒഴിഞ്ഞു മാറും. ഇത് ശരിയല്ല കേട്ടോ മോളെ. ഇതേ ജീവിതം എന്നാലേ അത്ര ചെറുതൊന്നല്ല, അത്യാവശ്യം ലോങ് തന്നെയാണ്. അതിൽ ഒരുപാട് സംഭവങ്ങളൊക്കെ വരാണ്ട്. അതൊക്കെ തരണം ചെയ്ത് ജീവിച്ചാൽ മാത്രമേ നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ എന്തെങ്കിലും പ്രശ്നം കാണുമ്പോഴത്തേന് അമ്മോ ഞാനില്ല, അങ്ങനെ എങ്ങനെ എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് ഒഴിഞ്ഞു മാറില്ല വേണ്ടത്. അതിൻ്റെയൊക്കെ ക്ഷമ വേണം. നിനക്കൊന്ന് വിചാരിച്ചുകൂടാ, നിന്നെ ഇത്രയും സ്നേഹിക്കുന്ന ഷമ്മാസ്, ഇത്രയും സ്നേഹിക്കുന്ന ഷമ്മാസിൻ്റെ കൂടെ ജീവിക്കണം എന്നുള്ള ചിന്തയാണ് നിനക്ക് വേണ്ടിയതേ. അല്ലാതെ ഒരാൾ ഉപദ്രവിക്കും, ഒരാൾ കൊല്ലാൻ വരും എന്ന് കരുതിയിട്ട് അതിന് ഒഴിഞ്ഞു മാറില്ല. നല്ല പെൺകുട്ടികൾ വേണ്ടി നല്ല ധീരതയോടെ മുന്നേറുകയാണ് വേണ്ടത്. അനക്കെന്താ ഇത്ര പേടി? പഠിച്ചവൻ്റെ വിധി പോലല്ലേ ഒക്കെ വരുള്ളൂ. ഷിഫ, അതൊക്കെ അങ്ങനെ തന്നെയായിരിക്കും. പക്ഷേ കരുതി കൂട്ടിക്കൊണ്ട് ഷമ്മാസിനെ കൊലക്ക് കൊടുക്കാൻ എനിക്ക് തയ്യാറല്ല. ഞാനത് നിൽക്കില്ല, എനിക്കതിന് കഴിയില്ല. അതാണ് ഒരിക്കലും അവൻ്റെ ജീവനറ്റ ശരീരം, അവൻ്റെ അപകടം പറ്റിയ ആ മുഖം അതെനിക്ക് കാണാൻ കഴിയില്ല. ഒരു വട്ടം കണ്ടതാണ്, ഇനിയും കഴിയില്ല. വെച്ചേക്കില്ല എന്ന് എന്നോടാണ് അയാൾ പറഞ്ഞത്, എൻ്റെ മുഖത്ത് നോക്കിയിട്ട്. അവനെ ജീവനോട് വെച്ചേക്കില്ല എന്ന്. ഷിഫ, നിനക്കത് പറഞ്ഞാൽ മതി. എനിക്ക് ഷമ്മാസിനോടുള്ള സ്നേഹം കൊണ്ടാണ് ഞാൻ അവനെ കല്യാണം കഴിക്കാൻ തയ്യാറല്ലാത്തത്. ഇല്ല, അവനെ ഞാൻ കല്യാണം കഴിക്കുന്നില്ല, കഴിയില്ല. അത് കാണാൻ അയാൾ ഇറങ്ങും, ഉറപ്പാണ്. ആരെയും പേടിയില്ലാത്ത, എല്ലാവരെയും ഉപദ്രവിക്കുന്ന ആ ഒരു ജീവി ഇറങ്ങും, ഉറപ്പുണ്ട്. എൻ്റെ നിക്കാഹും കല്യാണം ഉറപ്പായിട്ടും അറിയാതിരിക്കില്ല. അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ പിന്നെ വെച്ചേക്കില്ല. എന്നെ കൊന്നാലും എനിക്ക് പ്രശ്നമല്ല. പക്ഷേ ഷമ്മാസിൻ്റെ ശരീരത്തിൽ ഒരു പോറൽ പോലെ ഇരിക്കുന്നത് എനിക്കിഷ്ടമല്ല. അതുകൊണ്ടാണ് ഞാൻ അതിൽ നിന്ന് ഒഴിവാവുന്നത്. ഞാൻ ഈ കാര്യമെല്ലാം നാളെ ഷമ്മാസിനോട് പറയാൻ വേണ്ടി പോവുകയാണ്. അതുകൊണ്ട് ഷിഫ, നീയും എൻ്റെ കൂടെ വരണം പ്ലീസ്. ഇതിനെക്കുറിച്ച് സംസാരിക്കണ്ട. ഇനി ഞാൻ വരില്ല നിൻ്റെ കൂടെ. ദയവായി നീ എൻ്റെ ഫ്രണ്ട്ഷിപ്പിൽ നിന്ന് ഒഴിഞ്ഞു പോയിക്കോ. എനിക്ക് താല്പര്യമില്ല നിന്നോട് കൂട്ടുകൂടാൻ. ഞാൻ വരികയില്ല. ഷിഫ അതാ ദേഷ്യം പിടിച്ച് ഫോൺ കട്ട് ചെയ്യുന്നു. നുസൈബ പൊട്ടിക്കരഞ്ഞു. പഠിച്ചോനെ, അവളും പോയി. അല്ലാ, ഇനി എനിക്ക് ആരാ ഉള്ളത്? എൻ്റെ എല്ലാ സുഖങ്ങളും ദുഃഖങ്ങളും പറഞ്ഞിരുന്നത് അവളോടായിരുന്നു. അവൾ പോയി. ഇനി നുസൈബ പൊട്ടിക്കരഞ്ഞു. പക്ഷേ അവൾ പെട്ടെന്ന് നിന്ന് നിസ്കാരപ്പായിൽ നിന്ന് എഴുന്നേറ്റ് അവളുടെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. അതെ, ഇന്ന് കോളേജിൽ പോകണം. ഒറ്റയ്ക്കെങ്കിൽ ഒറ്റയ്ക്ക്. അതിനെന്താ, ഒറ്റയ്ക്കും ജീവിക്കണ്ടേ? ഒറ്റയ്ക്ക് ജീവിച്ചും വേണമല്ലോ പഠിക്കുക. എന്നും എൻ്റെ കൂടെ ഷിഫി ഉണ്ടാവോ? ഇല്ല, ഒരിക്കലുമില്ല. ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കേണ്ടവളാണ്. എനിക്ക് കൂട്ടുകാരായിട്ടും എനിക്ക് എൻ്റെ സൗഹൃദത്തിലായിട്ടും
എൻ്റെ ഭർത്താവായിട്ടുമൊന്നും എനിക്ക് ആരുമില്ല, ഒറ്റയ്ക്ക് ജീവിക്കും. നുസൈബ ഇനി ഒറ്റക്കാണ്, അതെ ഒറ്റയ്ക്ക് പൊരുതി ജീവിക്കും. അല്ലാതെ നമ്മളെ കൊണ്ടൊരാൾക്കും ഒരു ബുദ്ധിമുട്ടും വരണ്ട, ഷിഫയും വരണ്ട. അവൾ പോയിക്കോട്ടെ, സാരല്ല, ഒരുപാട് ഹെൽപ്പ് ചെയ്തു. അവൾക്ക് പറ്റാത്ത രീതിയിലുള്ളതൊക്കെ ഞാൻ സംസാരിച്ചപ്പോൾ അവൾ എന്നെ ഉപേക്ഷിച്ചു. അങ്ങനെ വിചാരിക്കുന്നുള്ളൂ ഞാൻ. നുസൈബ ഒരുങ്ങുകയാണ്. അവൾ ഹിജാബ് മുറുക്കി കെട്ടി. ഉമ്മ പറഞ്ഞു, അല്ല പെണ്ണെ, ഈ ചായ കുടിക്കണില്ലേ? ഇന്നെന്താ ചായ കുടിക്കാൻ മറന്നോ? ഉമ്മ, ഇന്നെനിക്ക് ചായ വേണ്ട. അതെന്താ? അതെ, എപ്പോഴാണ് എൻ്റെ മിസ്സിൻ്റെ ക്ലാസ്സും കാര്യം കഴിയാൻ എനിക്കറിയില്ല കേട്ടോ. ചായ കുടിച്ച് പോയിക്കാം. എന്താന്നില്ല കൊഞ്ചൽ, കുറച്ച് കൊഞ്ചലേറിയിക്കണിപ്പോൾ. ഉമ്മ അവളെ ചീത്ത പറഞ്ഞു. ഉമ്മ, എനിക്ക് വേണ്ടായിട്ട്. എന്നാൽ ഒരു ദോശകൾ തിന്ന് എന്നാ ഒരു അര ഗ്ലാസ് ചായയും കുടിക്കുക. അല്ലാതെ അച്ഛൾക്ക് ഇങ്ങനെ പോണത്? ഈ എവിടുക്കാ പോണത്? തല കറങ്ങി വീണ ആരോ എന്നെ നോക്കാണ്ടാകുക? ഷിഫ വരുമോ? ഈ വിളിച്ചോ? അത് കേട്ടപ്പോൾ നുസൈബക്ക് ഒന്നും പറയാൻ കഴിഞ്ഞില്ല. ഷിഫ വരില്ല. എന്തേ? അവളെ വിളിച്ചിട്ടില്ല. 3-4 പേരെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ. അതിലും 3 ആൺകുട്ടികളാണ്, പെണ്ണായിട്ട് ഞാനേ ഉള്ളൂ. പഠിച്ച റബ്ബേ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? മോളെ ഞാൻ വരണോ? ഹേയ് വേണ്ടുമ്മ, എന്തിന്? ബസ് കയറിയാൽ അവിടെ എത്തും. പിന്നെന്താ, ഇങ്ങോട്ടും ബസ് കയറാനാണോ എനിക്ക് പണി? എനിക്കൊരു പേടിയില്ലമ്മ. ഉമ്മയ്ക്ക് വേണ്ടി അവളൊരു കഷ്ണം ദോശ തിന്നു, അര ഗ്ലാസ് കട്ടൻ ചായയും കുടിച്ചു. ഉമ്മ, മതി. എന്താ മോളെ കറിയൊന്നും കൂട്ടാനിത്? ഇതൊക്കെ എന്തിനാ പിന്നെ ഉണ്ടാക്കിയത്? ഉമ്മ, ഞാൻ പിന്നെ വന്നിട്ട് കഴിച്ചോളാം. ഉമ്മ, ഞാൻ ഇറങ്ങട്ടെ. അസ്സലാമു അലൈക്കും. ഉപ്പയോട് പറഞ്ഞേക്കൂട്ടോ. മോളെ, ഉപ്പ ഇന്ന് രാവിലെ ഒരു പണി കിട്ടിയിട്ട് അങ്ങോട്ട് പോയതാണേ. അപ്പോൾ ആയിക്കോട്ടെ ഉമ്മ, എന്നാൽ ശരി കേട്ടോ. ഉമ്മയോട് സലാം പറഞ്ഞുകൊണ്ട് നുസൈബ അതാ നടന്നകലുന്നു. ഉമ്മ അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പഠിച്ച റബ്ബേ, എൻ്റെ കുട്ടിൻ്റെ കാര്യം കുറച്ച് വിഷമത്തിലാണ് റബ്ബേ. അള്ളാഹു എൻ്റെ കുട്ടിക്ക് നീ സന്തോഷം കൊടുക്ക്. കാരണം എൻ്റെ കുട്ടി ഒരുപാട് അനുഭവിച്ചാണ്. ഇപ്പോഴും ഇതാ എന്തൊക്കെയോ പ്രശ്നങ്ങൾ. അള്ളാഹുവേ കാത്തു രക്ഷിക്കണേ. നുസൈബ മറഞ്ഞു. അവൾ ബസ് സ്റ്റോപ്പിലെത്തി. ബസ്സിന് വേണ്ടി കാത്തു നിൽക്കുന്നു. 10 മിനിറ്റ് മുമ്പാണ് ഇറങ്ങിയത്. ഇപ്പോൾ കുറച്ച് ദിവസമായില്ലേ പോയിട്ട്, ഇനി ലേറ്റ് ആവുമോ എന്താ ഒന്നും പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ നുസൈബ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന സമയത്തതാ മജീദ് അപ്പുറത്തു കൂടി പോകുന്നു. ബസ് സ്റ്റോപ്പിൽ ഏതാണ് ഒരു ഹിജാബിട്ട പെൺകുട്ടി എന്നുള്ള രീതിയിൽ മജീദ് അവളെ തുറച്ചു നോക്കി. അവൾ പെട്ടെന്ന് തൻ്റെ മുഖം തിരിച്ചു. അതെ, തൻ്റെ കണ്ണുകൾ കണ്ടാലും അയാൾക്ക് മനസ്സിലാവും, അതെനിക്കറിയാം. പഠിച്ചവനെ, ഇറങ്ങിയപ്പോൾ തന്നെ അയാളെ മുഖമാണല്ലോ കണ്ടത്. വേറെ വല്ല പെങ്കട്ടും കൊണ്ട് വരും. ശല്യം, ഇയാളെ കൊണ്ട് ഇടങ്ങാറായിപ്പോയി. രണ്ടെണ്ണാണ് എനിക്കെൻ്റെ ജീവിതം നശിപ്പിച്ചത്. അവൾക്ക് ഭയമായി. അതെ, ഇയാൾ അവിടെ എത്തിയാൽ ഉറപ്പാണ് ഹുസൈനാജി വരും ഇതുവഴി, അത് ഉറപ്പുണ്ട്. പഠിച്ചവനെ, പെട്ടെന്ന് ബസ് വരണേ റഹ്മാനെ. പറഞ്ഞ് നാവെടുത്തില്ല. അപ്പോഴേക്കും അതാ ബസ് വരുന്നു. ബസ്സിൽ കയറിയപ്പോഴാണ് അവൾക്കത് സമാധാനമായത്. അൽഹംദുലില്ലാ, പഠിച്ചവനെ, ഇവിടുന്ന് രക്ഷപ്പെട്ടു. ഇവിടെ ഒരു ഏരിയ എന്ന് വെച്ചാൽ ഒരാളില്ലാത്ത ഭാഗം. പലപ്പോഴും അയാൾ ഇവിടെ വെച്ചാണ് എന്നെ കാണാൻ വരാറുള്ളത്. എന്നാൽ ഈ സമയം മജീദ് നേരെ ഹുസൈനാജിയുടെ വീട്ടിലേക്ക്. ആജിയരെ കണ്ടുട്ടോ. ആരെ? നിങ്ങൾ കെട്ടാൻ പോണ സുന്ദരി പെണ്ണില്ലേ? ഓളെ തന്നെ. മുഖം മൂടിയൊക്കെ ഇട്ട് ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നുണ്ട്. ആഹാ, അപ്പോൾ ഓള് പിന്നെയും പഠിച്ചാൻ പോലെ തുടങ്ങിയോ? എന്നാൽ പിന്നെ നമുക്ക് സുഖമായി. എന്തായാലും ഓനോട് ഒരിക്കൽ കൂടെ ഒന്ന് വിളിച്ചുകാണ്ടേ കാര്യങ്ങളൊന്നും പറയട്ടെ, അല്ലെങ്കിലേ ഓൻ വല്ല പൊട്ടത്തിലും കാട്ടിക്കൂട്ടും. ഹുസൈനാജി അല്ലെങ്കിൽ തന്നെ ദേഷ്യത്തിലായിരുന്നു. തൻ്റെ ഭാര്യയെയും മകനെയും അന്വേഷിച്ച സ്ഥലത്തൊന്നും കണ്ടെത്താനായിട്ടില്ല. ആ ഒരു നിരാശ അയാൾക്കുണ്ട്. പല്ലുറിമ്മി നിൽക്കുകയാണ്. കയ്യിൽ കിട്ടിയാൽ നെരിച്ചു കൊല്ലും, അത്രയ്ക്ക് ദേഷ്യമാണ് അയാൾക്കുള്ളത്. പക്ഷെ പെണ്ണുങ്ങളുടെ കാര്യത്തിലൊന്നും അയാൾക്കൊരു പഞ്ചവുമില്ല. കാരണം ഇഷ്ടം പോലെ വേലക്കാരികളൊക്കെ ഉണ്ട് അയാളുടെ കെയർ ഓഫിൽ. അതുകൊണ്ട് തന്നെ ഒരു കണക്കിന് ഭാര്യ വീട്ടിൽ നിന്ന് പോയതും അയാൾക്ക് വലിയൊരു സൗകര്യമായി തോന്നി. അജീതേ, ഓള് നമ്മളങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യായിരുന്നു, ഓരോ ക്വസ്റ്റ്യൻ, അതാരാ ഇതാരാ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പം ഏതായാലും എനിക്ക് റാഹത്തായി. പക്ഷേ അത് കരുതിയിട്ട് ഓളെ ഞാൻ വെറുതെ വിടൂലട്ടോ. ഓള് ഇവിടുന്ന് ഇറങ്ങിപ്പോയതാണ്, എന്നോടൊരു വാക്കും ഉണ്ടാതെന്ന് ചോദിക്കാതെ. ഓളെ ഞാൻ വെച്ച ഓളെയും ഓളെ മോനെയും രണ്ടാളും കൂടിയും എവിടെയാണാവോ. ഒരു ദിവസം രണ്ടെണ്ണത്തിനും പിടിച്ചു കൊണ്ടുവന്നിട്ട് റൂമിൽ പൂട്ടിയിട്ട് തല്ലും ഞാൻ. അതുവരെ ഉണ്ടാവും ഓലെ ഒളിച്ചുകളി മുന്നിക്ക് വരാതെ. മജീദിൻ്റെ ഉള്ളിൽ സന്തോഷമായിരുന്നു. അല്ലെങ്കിൽ താത്താക്ക് 2 കിട്ടണം. ഓൾക്ക് കുറച്ച് സ്ട്രോങ് എയറാണ്. എന്നോടൊക്കെ എന്തൊക്കെയോ പറയും. ആചാരേ, അത് മാണ്ടി തന്നെയാണേ. നിങ്ങളെ പെണ്ണുങ്ങൾ കാണുന്ന പോലെ എന്നല്ല എന്നോട് എന്തൊക്കെയോ പറയൽ നിങ്ങൾക്കറിയോ? എന്നോട് പറയും.
നിങ്ങളാണ് ആചാര്യ കേടെടുത്തുന്നത്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു എന്നോട്. ഞാൻ എന്ത് കാട്ടാനാ? ഓൾക്ക് നമ്മളെ കളികളൊന്നും നടക്കൂലേ. ഓൾക്ക് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ ബീവിയായി വാഴണം ഇവിടെ. അതിന് പിന്നെ കിട്ടണ്ടേ. ഞമ്മക്ക് ഇനിയിപ്പോൾ ഒരു 8-10 ബീവി ഒപ്പം ഉണ്ടായാലും ഞമ്മക്കൊരു കുഴപ്പമില്ല. മജീദേ, നമ്മളെ അടുത്ത ബീവി ലത്തീഫിൻ്റെ മോളായിരിക്കണം, അതീ മറക്കണ്ട. അതിനുള്ളത് എന്തൊക്കെ എനിക്ക് വേണ്ടിയത് അത് ഞാനങ്ങോട്ട് വെച്ച് തരും. അതിൻ്റെ മുമ്പായിട്ട് അതിങ്ങോട്ട് സെറ്റാക്കി മറ്റേ ഭാഗം മുടക്കണം. ഒരു പെണ്ണിനെ, ആ പെണ്ണിനൊരു ചെക്കനൊരു ഇഷ്ടത്തിനുണ്ടായല്ലോ, ഓനങ്ങോട്ട് മുടക്കണം. മുടക്കിയിട്ടേ കയ്യും കാലും ഒടിച്ചാലിട്ടാലും വേണ്ടില്ല, നീച്ചാൻ കഴിയാത്ത രീതിയിൽ അങ്ങോട്ട് മുടക്കണം. എന്നിട്ട് ആ പെണ്ണിനെ ഇവിടെ കൊണ്ടുവരണം. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതാണ് എൻ്റെ പ്ലാനിങ്. എന്താ നടക്കൂലേ? ആചാര്യ, നിങ്ങൾ വിചാരിച്ച് നടക്കാത്തതായിട്ട് എന്തെങ്കിലും ഉണ്ടോ? അതിനുള്ള ആൾക്കാർ നിങ്ങളുടെ തന്നെ ഇല്ലേ? മജീദ, നമ്മളെ ബലം കൈ അയച്ചുണ്ടാവുമ്പോൾ ഞമ്മക്കൊരു പേടിയും പേടിച്ചല്ല. പോലീസിനും പട്ടാളത്തിനും ഞമ്മക്ക് പേടില്ല. ഓലൊക്കെ നമ്മൾ വരച്ച വരി അവിടെ നിർത്തൂലേ. എങ്ങനെ ഞാൻ ഇറങ്ങിപ്പോകുന്നത്? കുറച്ചൊന്നും ഉപദ്രവിച്ചിക്കണ് ആ SI. അതിനുള്ളത് ഞാൻ ഓനക്ക് കൊടുത്തോണ്ട്. ഓനെ വെക്കുമെന്ന് വിചാരിക്കണ്ട. ഇവിടെ പെട്ടെന്ന് അവൻ്റെ തൊപ്പി തെറിപ്പിച്ചാൽ നമുക്കറിയാം. ഹുസൈനാജി പല്ലുറിമ്പി തൻ്റെ ഭാര്യയെയും മകനെയും ആ SIയെയും അയാൾക്ക് അരച്ചു കൊടുത്താൽ വലിച്ചു കുടിക്കുന്ന രീതിയിലുള്ള ദേഷ്യമാണുള്ളത്. മജീദേ, ഇതിൻ്റെ ഇടയിൽ കിടന്നൊരു പെണ്ണ് ഇവിടെ കഴിച്ചിക്കണ്. അതെനിക്ക് അറിയായിട്ടൊന്നുമല്ല. അത് കണ്ടുപിടിച്ച് ഓൽക്കെതിരെയുള്ള നടപടി ഞമ്മക്ക് എടുക്കാൻ കഴിയായിട്ടുമല്ല. ഒരു പെണ്ണ് ഇതിൻ്റെ ഇടയിൽ കിടന്ന് കളിച്ചിക്കണ്. നമ്മളെ കാര്യത്തിൻ്റെ കേസിൻ്റെ കാര്യത്തിലൊക്കെ കിടന്ന് കളിച്ചിക്കണ്. ഓളെ ഞാൻ വെറുതെ വിടുന്നത് കരുതണ്ട. അതാരാണ്? അപ്പം ഇജ്ജെന്ന് കണ്ടുവെന്ന് പറഞ്ഞില്ലേ, ഓട്ടോറിക്ഷയിൽ ഒരു പെണ്ണ് കൂട്ടി കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞില്ലേ, ആ പെണ്ണെന്നെ. സ്റ്റേഷനിക്കും ആ പെണ്ണ് വന്നത് ഞാൻ കണ്ടിക്കണ്. കാണായിട്ടല്ല, അതന്നെ ആയിരിക്കും ഇതും. ഒറ്റൊന്നിനും വെച്ചേക്കില്ല ഞാൻ. ഓൽക്കുള്ള പണിയൊക്കെ ഞാൻ കൊടുത്തോളാം. ഓൽക്കെന്നെ മനസ്സിലായിട്ടില്ല. ആരോടോല് കളിക്കണ ഓൽക്ക് അറിയില്ല. ആ അസ്കർ ചെറ്റ എൻ്റെ മോനാന്നും പറഞ്ഞ് നടക്കണ്ടല്ലോ, എവിടെയാണ് തള്ളനെയും കൊണ്ട് വിളിച്ച് താമസിക്കണാവോ. ഓലൊക്കെ പിടിച്ച് കൊണ്ടുവന്ന് കൊടുക്കാൻ എനിക്ക് അറിയായിട്ടല്ല. ആചാര്യ, നിങ്ങളിപ്പോൾ സബൂറായി. അതിനൊക്കെ നമുക്ക് സമയമുണ്ടല്ലോ. നിങ്ങളിപ്പോൾ സബൂറായി. മജീദിൻ്റെ വാക്കുകൾ. തൽക്കാലത്തിനിപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടം പോലെ എത്രയോടെ പെണ്ണുങ്ങളെ കിട്ടാനുണ്ട്. തൽക്കാലം നിങ്ങൾ അങ്ങനെയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേ. മജീദേ, അതുകൊണ്ടൊന്നും മാത്രമായില്ല. ഓളെ ചെപ്പൊക്കെ കൊടുക്കണം എനിക്ക്. ഓളിങ്ങോട്ട് വരട്ടെ. ഓളെ ഞാൻ വലിച്ച് നിലത്ത് കൂടെ മുടി പിടിച്ച് ഇതിൽ വലിച്ച് ഞാൻ കൊണ്ടുവന്ന് അകത്തിട്ടൊന്ന് പൂട്ടും. എന്നിട്ടാണ് എൻ്റെ അടി ഓൾക്ക് ഉണ്ടാകുക. എന്താണ് ഒരു പരിയിൽ ഏറ്റവും കൊടുക്കാൻ പറ്റുന്ന ശിക്ഷ? അതാണ് കൊടുക്കണം ഓൾക്ക്. എൻ്റെ ഭാര്യയാണ്, കാര്യമൊക്കെ ശരി തന്നെയാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. ഓൾക്കുള്ള ഏറ്റവും ശിക്ഷ ഏതാണ് പരിയിൽ കൊടുക്കാൻ പറ്റുന്നത്? അത് കൊടുക്കുക. കൈയും കാലും കെട്ടിത്തൂക്കി അടിച്ചാലും വേണ്ടിയില്ല, നല്ല രീതിയിൽ കൊടുക്കണം. ചുട്ട് പൊള്ളണം ഓൾക്ക്. ആചാര്യ, അതൊക്കെ വലിയ പീഡനത്തിൻ്റെ കേസിലായി വരും കേട്ടോ. എന്ത് പീഡനടോ? അതിനും വലിയ പീഡനം നമ്മൾ നടത്തിയിട്ട് ഇപ്പോൾ എന്താ നമ്മൾ ഇവിടെ പെട്ടോ? നമ്മൾ പെടൂല. അവളെ വെറുതെ വിടുമെന്ന് ഞാൻ വിചാരിക്കണ്ട. അവൾ സുഖത്തിൽ ജീവിക്കായിരിക്കും. ആരെ കൂടെ നമ്മൾ ജീവിക്കണത്? അതോ വേറെ പുതിയാപ്പിള്ള ഉണ്ടാക്കി കൊടുത്തുക്കണോ മോനെന്നാവോ? എൻ്റെ അടുത്തുനിന്ന് കിട്ടാത്ത സുഖം ഓൻ്റെ അടുത്തുനിന്ന് കിട്ടുന്നുണ്ടാവും. അതുകൊണ്ടായിരിക്കും. ഇവിടെ ആകുമ്പോൾ പിന്നെ വലിയ പേടിയല്ലേ, ഒന്നിനും പറ്റൂലല്ലോ. ഫോൺ വിളിക്കാനും അതിനും ഇതിനും ഞാൻ പറഞ്ഞതനുസരിച്ച് നിൽക്കണമല്ലോ. അല്ലെങ്കിൽ ഇന്നെ ക്വസ്റ്റ്യൻ ചെയ്താൽ ഓൾക്ക് വലിയൊരു സമാധാനമാണ് ചില സമയത്ത്. പക്ഷെ അതിനും ഞാൻ സമ്മതിക്കണില്ലല്ലോ. അതിനുള്ളത് അപ്പക്കപ്പം ഞാൻ കൊടുക്കുമല്ലോ. ഓളെ മുന്നിൽ വെച്ച് കണ്ട് എന്തെങ്കിലും ചെയ്യണം. അതെനിക്ക് ഇതിനെ കണ്ട് ചിരിക്കണം. ഓളങ്ങനെ ഞാൻ പറഞ്ഞ രീതിയിലൊക്കെ ചെയ്യണം. അതെനിക്കിപ്പോൾ ആഗ്രഹമുള്ളത്. കിടന്ന് പൊളയണ രീതിയിൽ. മജീദ് എന്നെ കേട്ടപ്പോൾ വല്ലാത്തൊരു രസം. ആ താത്ത എന്നോട് കുറേ ചൂടേക്കണ്. ആചാര്യജാണ് കേടെടുത്തുന്നത്, പെണ്ണുങ്ങളെ കൊണ്ടേ കൊടുക്കണ ഇജാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, പണിക്കാർച്ചാലോടൊക്കെ മൂപ്പര സ്വഭാവം അങ്ങനെ ആകാനുള്ള കാരണം ഇജും കൂടിയാണെന്നൊക്കെ പറഞ്ഞ് ഇന്നെ കുറേ ചീത്ത എണ്ണങ്ങൾ. അതിന് വേണ്ടി നല്ലോണം ശിക്ഷ കിട്ടുക വേണം. ആചാര്യ അടുത്തുനിന്ന് പൊതിരേ തല്ല് കിട്ടണം. അതുവരെ ഞാൻ അതിന് വേണ്ടി കാത്തുക്കാണ്. ആചാര്യൊപ്പമാണ് ഞാൻ. അയാളുടെ മനസ്സിൽ അതായിരുന്നു ഉണ്ടായിരുന്നത്. ഈ സമയം നുസൈബ അതാ കോളേജിലെത്തി. മിസ് അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. മിസ്സേ, ഗുഡ് മോർണിംഗ്. നുസൈബ, നീ എത്തിയോ? അല്ല, നിൻ്റെ കൂടെ എപ്പോഴും ഇരട്ടകളായിട്ട് വരുന്നൊരു കുട്ടിയുണ്ടല്ലോ, ഷിഫ. അവളെവിടെ? മിസ്സേ, അവളെ വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവൾ വന്നിട്ടില്ല. അത് 3-4 പേര് എന്ന് വെച്ചാൽ ഈ 3 അതിലിപ്പോൾ ഒരു ബോയ്സ് വരാണ്ട്, 2 ബോയ്സും നീയും, അങ്ങനെ 4 പേർക്കാണ് നമ്മൾ റാങ്ക് പ്രതീക്ഷിക്കണത്. ഒന്നും പറയാൻ പറ്റൂല, ജസ്റ്റ് ഒരു ഇത് മാത്രം. അപ്പോൾ അഡ്മിഷന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുവാനൊക്കെ വേണ്ടിയിട്ടും നിങ്ങളോട് ഇതിനെക്കുറിച്ച് ഒന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടുമാണ്. എന്തായാലും 2 ദിവസം കഴിഞ്ഞാൽ
റിസൾട്ട് വരുള്ളൂ. അതേക്കുറിച്ച് അതിന് വേണ്ടിയിട്ടാണ്. ഇരിക്കും നുസൈബ. നുസൈബ മിസ്സിൻ്റെ മുമ്പിലിരുന്നു. അവളുടെ ചിന്ത എങ്ങോട്ടോ പോവുകയായിരുന്നു. എന്താ നുസൈബ, എന്ത് പറ്റി, എന്തൊരു ആലോചന? ഹേയ് ഒന്നുമില്ല മിസ്സേ. ആ പിന്നെ അല്ല, എന്തേലും പ്ലാനിങ്? ഇതിപ്പോൾ എൻട്രൻസൊക്കെ പാസ്സാവുന്നുള്ള കാര്യം എനിക്ക് ഷുവറാണ്. അതായത് നിൻ്റെ ഒരു പെർഫോമൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? കുഴപ്പമില്ല നീ പറഞ്ഞല്ലോ. ആ മിസ്സേ കുഴപ്പമൊന്നുമില്ല, ഇനി എങ്ങനെയൊക്കെയാണാവോ. ആ പിന്നെ അത് കഴിഞ്ഞിട്ട് മെഡിക്കൽ കോളേജ്, അതായത് നമ്മുടെ അടുത്ത് ഏറ്റവും മെഡിക്കൽ കോളേജ് ഏതാണെന്ന് വെച്ചാൽ അവിടെ ജോയിൻ ആകുകയാണ് നല്ലത്. അതല്ല നിനക്ക് ഇനിയിപ്പോൾ ദൂരെയൊക്കെ നിന്ന് പഠിക്കാനൊക്കെ എന്തായാലും നിൽക്കേണ്ടിയൊക്കെ വരും. അങ്ങനെയൊക്കെ ആണെങ്കിൽ കുറച്ച് ലോങ് ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ആവാം. നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് നമുക്ക് കൊടുക്കാമല്ലോ. അപ്പോൾ നിനക്ക് എവിടെയാണ് ഏറ്റവും കൂടുതൽ സൗകര്യപ്രദം, ഇഷ്ടം എന്ന് പറയണം. ഡെയിലി വീട്ടിലേക്ക് വരും പോവും വേണോ? അങ്ങനെയാണെങ്കിൽ കുറച്ച് ലോങ് ഉണ്ട്. എന്നാലും മിസ്സേ എനിക്ക് നിന്ന് പഠിച്ചാൽ മതി. ഡെയിലി വീട്ടിലേക്ക് പോകാനും വരാനൊന്നും ഞാൻ നിൽക്കുന്നില്ല. അതെന്താ? അല്ല മോളെ, നിൻ്റെ നിക്കാഹ് കല്യാണം എന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ അന്ന് ഷിഫയും. മിസ്സേ അതൊന്നും ഇപ്പോൾ ഞാൻ ആലോചിക്കണില്ല. ഇപ്പം എന്തായാലും ഞാൻ നിന്ന് പഠിക്കട്ടെ, എല്ലാം മറക്കട്ടെ. നാട്ടിലുള്ള കാര്യങ്ങളും വീട്ടിലുള്ള കാര്യങ്ങളെല്ലാം മറന്ന് ഞാൻ ഹോസ്റ്റലിൽ തന്നെ കഴിയട്ടെ. അവിടെ നിന്ന് പഠിച്ച് 5 വർഷം കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങുള്ളൂ. അതെന്താ മോളെ അങ്ങനെ? അപ്പോൾ വെക്കേഷനോ? എങ്കിലും ടൈം ഉണ്ടാവുമല്ലോ. ആഴ്ചയിലൊക്കെ മക്കൾ എത്ര ദൂരത്തു നിന്നാണെങ്കിലും വീട്ടിലേക്ക് വരും. അതിനൊന്നും കുഴപ്പമില്ലല്ലോ. മിസ്സേ എനിക്ക് ആ ഒരു യാത്രക്ക് താല്പര്യമില്ല. അതെന്താ? യാത്ര എനിക്ക് ബുദ്ധിമുട്ടാണ്. ഞാൻ യാത്ര ചെയ്യുമ്പോൾ എനിക്ക് പല പ്രശ്നങ്ങളും നേരിടേണ്ടി വരും. എന്ത് പറ്റി നുസൈബന്ത് എങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ആരെങ്കിലും മോളെ ബ്ലാക്ക് മെയിൽ ചെയ്യോ? അതൊന്നുമല്ല മിസ്സേ, എനിക്ക് എവിടെയെങ്കിലും നിന്ന് പഠിച്ചാൽ മതി, അത്രേ എനിക്ക് പറയാനുള്ളൂ. അതിപ്പോൾ എവിടെ സീറ്റ് കിട്ടണമെങ്കിലും ദൂരെയാണെങ്കിലും എനിക്ക് കുഴപ്പമില്ല. കുറച്ച് സങ്കടപ്പെടേണ്ടി വരും. ഉമ്മയും ഉപ്പയെയും അനിയത്തിമാരെയും കാണാത്തതിൻ്റെ പേരിൽ ഒരുപാട് സങ്കടപ്പെടേണ്ടി വരും. എന്നാലും വേണ്ടില്ല, ദൂരേക്ക് എനിക്ക് സീറ്റ് കിട്ടിയാൽ ഞാൻ ദൂരെ പോയി പഠിക്കും. ഇവിടെ അടുത്തൊന്നും ഞാൻ ചേരുന്നില്ല. അടുത്തൊക്കെ ആകുമ്പോൾ പോകാനും വരാനൊക്കെ സുഖമൊക്കെ തന്നെയാണ്. പക്ഷേ ഞാൻ പോകുന്നില്ല, അവിടെ നിന്ന് പഠിക്കുകയാണ്. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മോളെ എല്ലാവരും അടുത്ത സീറ്റിന് വേണ്ടിയിട്ടാണ് റെക്കമെൻഡ് ചെയ്യുക. അടുത്ത സീറ്റ് കിട്ടിയാലേ മോൾക്ക് സുഖമാകുക എന്നൊക്കെ. പക്ഷേ നിൻ്റെ താല്പര്യം അങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. എന്തായാലും മറ്റന്നാളത്തെ റിസൾട്ട് വന്നതിന് ശേഷം നമുക്ക് പെട്ടെന്ന് തന്നെ അത് അപ്ലൈ ചെയ്യണം കേട്ടോ, എവിടേക്കാണ് എന്നുള്ളത്. അപ്പോൾ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, അതുപോലെ നല്ല മിടുക്കിയായി പഠിക്കുക. റാങ്ക് വീണ്ടും കരസ്ഥമാക്കിയിട്ട് നമുക്ക് MBBS ആയി ഡോക്ടർ നുസൈബയായിട്ട് എൻ്റെ വിദ്യാർത്ഥി പുറത്തിറങ്ങണം. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അതായത് നമ്മൾ കുറച്ച് കിട്ടാൻ ചാൻസ് ഉള്ളവരോടാണ് ഇങ്ങനെ ഒരു ക്ലാസ് എടുത്ത് കൊടുക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ളവരോടൊന്നും പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അവർ ഇനിയിപ്പോൾ ഏത് ഫീൽഡിലാണ് പോകുകയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇതിപ്പോൾ ഡോക്ടറെ ഇറങ്ങുന്നുണ്ട് ഒരു പ്രതീക്ഷയുള്ളത് 4 കുട്ടികളാണ് ഇവിടെ ഉള്ളത്. ഇനിയും ഉണ്ടാകും, ഇഷ്ടംപോലെ ഉണ്ടാകും. പക്ഷേ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള 4 കുട്ടികളാണ്. 3 ആൺകുട്ടികളും ഒരു പെണ്ണും. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ റാങ്ക് ആർക്കാണ് എന്നൊക്കെ നമുക്ക് മറ്റന്നാളെ കാണാം. ഓക്കെ, എന്തൊക്കെയായാലും ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ നിന്നെ ഞാൻ ഷിഫേൻ്റെ കൂടെ അല്ലാതെ കാണാത്തതുകൊണ്ടാണ് ചോദിച്ചത്. കുഴപ്പമില്ല. ഓക്കെ. ഷിഫയുടെ സ്ഥിതി എന്താണ്? അവൾക്ക് എന്താ പറയുന്നത്? റാങ്ക് ഉണ്ടാവുമോ? മിസ്സേ അതെനിക്കറിയില്ല, അതിനെക്കുറിച്ച് എനിക്കറിയില്ല. അതെന്താ അങ്ങനെ? നിങ്ങളെല്ലാം അങ്ങോട്ടും ഷെയർ ചെയ്യണാണല്ലോ. അറിയില്ല, എനിക്കിപ്പോൾ എക്സാം എഴുതി കഴിഞ്ഞതിന് ശേഷം അത് ഞങ്ങൾ വല്ലാതെ ചർച്ച ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഓക്കെ, കുഴപ്പമില്ല. എന്നാൽ ശരി ഷിഫ, പിന്നെ നിങ്ങൾക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഇവിടെ ഇത് ഫുഡ് തയ്യാറാക്കിയിട്ടുണ്ട്, അതൊന്ന് കഴിച്ചോളൂ. ഹേയ് അതൊന്നും വേണ്ട, അത് പറഞ്ഞാൽ പറ്റില്ല. ഇത് ഞങ്ങളുടെ ഒരു സന്തോഷത്തിനാണ്. ഇപ്പോൾ റാങ്കുകാരൊക്കെ ആയിട്ട് വന്നിട്ട് ട്രീറ്റ് ഞങ്ങൾക്കാണ് കേട്ടോ കിട്ടുക. അത് കേട്ട് ഷിഫ പുഞ്ചിരിച്ചു. പക്ഷെ അവളുടെ കണ്ണുകളും അതിനിടയിൽ നിറഞ്ഞൊഴുകിയിരുന്നു. എന്തു പറ്റി? എന്ത് ചിരിക്കുന്നതിനിടയിൽ കരഞ്ഞു പോയത്? എന്തു പറ്റി? എന്തൊരു വിഷമമുണ്ടല്ലോ? മിസ്സേ ഒന്നുമില്ല. അവൾ മിസ്സിൻ്റെ കൈകൾ പിടിച്ചു. അവൾ പൊട്ടി കരഞ്ഞു. ഹേയ് എന്തു പറ്റി മോളെ? റിലാക്സ്. നിന്നോടുള്ള ഒരു അടുപ്പം കൊണ്ടും നിൻ്റെ ഒരു സ്വഭാവം കൊണ്ടും അതുപോലെ നിൻ്റെ ഒരു പഠനം കൊണ്ടുമാണ് നിന്നോടൊരു ഇഷ്ടം തോന്നാൻ കാരണം. റിലാക്സ് കുട്ടി, കരയല്ലേ. അവൾ മിസ്സിൻ്റെ നെഞ്ചിലേക്ക് മുഖം വെച്ച് കരഞ്ഞു. ഹേയ് എന്താ മോളെ ഇത്? മിസ് അവളുടെ മുഖമെടുത്ത് ഹിജാബെല്ലാം നീക്കിയിട്ട് അവളുടെ കണ്ണുനീർ തുടച്ചു കൊടുത്തു. നുസൈബ കരയല്ല മോളെ,
മോളെ നിനക്ക് നല്ലൊരു ഭാവിയുണ്ട്, നോക്കിക്കോ. ഈ മിസ്സിൻ്റെ ഒരു വാക്കാണത്. നീ അത് ഓർത്ത് വെച്ചോ. നിനക്ക് നല്ലൊരു ഭാവിയുണ്ട്. നീ കരയരുത്, തളരരുത്. എല്ലാത്തിലും നല്ല ഉഷാറോട് കൂടി നിൽക്കണം. ഓൾ ദി ബെസ്റ്റ്. കരയല്ലേ മോളെ. ആ മിസ്സിൻ്റെ നെഞ്ചിൽ കിടന്നുകൊണ്ട് അതാ നുസൈബ തേങ്ങിക്കരഞ്ഞു. അവളുടെ എല്ലാ ദുഃഖങ്ങളും അവിടെ ഒഴുക്കി വിട്ടതുപോലെ അവൾക്ക് തോന്നുകയാണ്. മിസ്സിനും അത് കേട്ടപ്പോൾ വല്ലാത്ത സങ്കടമായി, വല്ലാത്ത കരച്ചിലായി. രണ്ടുപേരും കെട്ടിപ്പിടിച്ച് കരഞ്ഞു. മിസ്സിൻ്റെ ക്ലാസ് കഴിഞ്ഞിട്ട് ഷമ്മാസിൻ്റെ ഷോപ്പിലേക്ക് പോകുവാൻ വേണ്ടി നിൽക്കുകയായിരുന്നു നുസൈബ. എല്ലാം കൂടി ആലോചിച്ച് ഓർത്ത് അവൾ മിസ്സിൻ്റെ മുമ്പിൽ പൊട്ടിക്കരയുകയായിരുന്നു.